പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വലിയ ഒരു വിപത്തായി മാറിയിരിക്കുകയാണ് ലഹരി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചിട്ട് യുവജനങ്ങളും കുട്ടികളും ഈ ലഹരിക്ക് അടിമപ്പെട്ട് അവരുടെ ജീവിതത്തെ പരിപൂർണമായിട്ടും നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. ഒരു പ്രാവശ്യം ഈ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും അതിൽ നിന്ന് ആ വ്യക്തി മോചിതനാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പലരും കൗൺസിലിങ്ങും അതേപോലുള്ള കാര്യങ്ങളെല്ലാം നിർദ്ദേശിക്കാറുണ്ട്. പക്ഷേ അതെല്ലാം താൽക്കാലികമായിട്ടുള്ള ഫലങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. പൂർണ്ണമായിട്ട് ഒരു വ്യക്തിയെ ലഹരിയിൽ നിന്ന് വിമുക്തനാക്കുന്നതിനും അതേപോലെ തന്നെ ലഹരി ഉപയോഗിക്കാതിരിക്കുന്നതിനും ആ വ്യക്തിയെ സഹായിക്കുന്ന ചില മാർഗങ്ങളെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. അത് എന്നെന്നും നിലനിൽക്കുന്ന ഒരു ധർമ്മത്തിൻ്റെ ഒരു മാർഗം എന്ന് വേണമെങ്കിൽ പറയാം, ആധ്യാത്മികതയുടെ മാർഗം എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും വലിയ ഒരു ആശ്ചര്യം എന്ന് പറയുന്നത്, ലഹരി ഇത്രയധികം വ്യാപകമായിട്ട് പടർന്നിട്ടും അതിൻ്റെ ഉറവിടം ആർക്കും കണ്ടെത്താൻ സാധിക്കാതിരിക്കുന്നതിലാണ് ഏറ്റവും വലിയ ദുരൂഹത അല്ലെങ്കിൽ ആശ്ചര്യം എന്ന് പറയുന്നത്. ഇത്രയധികം ലഹരി പിടിക്കപ്പെട്ടിട്ടും അതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് നമുക്ക് ഇതേവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നമ്മുടെ പരാജയം എന്ന് പറയുന്നത്. അതെന്തായാലും അവിടെ ഇരിക്കട്ടെ. നമ്മൾക്ക് വേണ്ടത് നമ്മുടെ കുട്ടികളെ ലഹരി ഉപയോഗത്തിൽ നിന്ന് തടയുക, അഥവാ ലഹരി ഉപയോഗിക്കുകയാണെങ്കിൽ ആ കുട്ടിയെ അതിൽ നിന്ന് എങ്ങനെ മോചിപ്പിക്കാം, വളരെ ഫലപ്രദമായിട്ട് നമ്മൾ എങ്ങനെ ആ കുട്ടിയെ അതിൽ നിന്ന് മോചിപ്പിക്കാമെന്നതിനെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. അതിനുമുമ്പായിട്ട് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ആലോചിക്കണം. ആദ്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകൾ. അതാണ് ഈ ലഹരിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം. ശരിയായിട്ടുള്ള കൂട്ടുകെട്ടുകൾ ഉള്ള ഒരു വ്യക്തി ഒരു കാരണവശാലും ഇതിൽ അകപ്പെടുന്നില്ല. പക്ഷേ തെറ്റായിട്ടുള്ള കൂട്ടുകെട്ടുകൾ അത് തീർച്ചയായിട്ടും ഈ ലഹരിയിലേക്ക് കുട്ടികളെ നയിക്കുന്നതാണ്. അതുകൊണ്ടാണ് ബുദ്ധൻ ഒരിക്കൽ പറഞ്ഞത്, അസേവനാച ബാലാനം പണ്ഡിതാനം ച സേവന. ഒരു കാരണവശാലും ദുഷ്ടവ്യക്തികളുമായിട്ട് ഒരു കാരണവശാലും കൂടരുത്. നല്ല വ്യക്തികളുമായിട്ട് കുട്ടികൾ കൂട്ടുകൂടുക. നല്ല വ്യക്തികൾ എന്ന് പറയുന്നത് മിക്കവാറും സ്പിരിച്വലിസം അല്ലെങ്കിൽ ആധ്യാത്മികത, ഇത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അവർ മിക്കവാറും നല്ല വ്യക്തികളായിരിക്കും. കാരണം അവർക്ക് തെറ്റേത് ശരിയേത് എന്ന് വളരെ വ്യക്തമായിട്ടറിയാം. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരെ അത്തരം കൂട്ടുകെട്ടിൽ, അതായത് നല്ല കൂട്ടുകെട്ടിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, അമിതമായിട്ടുള്ള മൊബൈലിൻ്റെ ഉപയോഗം. അതായത് മൊബൈലിൽ കൂടുതൽ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിൻ്റെ നിയന്ത്രണം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ് അത്. അതായത് ദിവസം ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാനുള്ളൊരു കപ്പാസിറ്റി നമുക്കുണ്ടാവണം. കണ്ണടച്ച് നമ്മൾ സ്വസ്ഥമായിട്ട് ഒരു 10 മിനിറ്റ് ധ്യാനിക്കാനുള്ള ഒരവസ്ഥ നമ്മൾക്കുണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സൂചിപ്പിക്കുന്നത് നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ട് എന്നുള്ളതാണ്. മനസ്സിൻ്റെ മേൽ നിയന്ത്രണം ഇല്ല എന്നതിന് തെളിവാണ് ലഹരിയുടെ ഉപയോഗം. അപ്പോൾ ഈ കാര്യം വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ മേൽ നിയന്ത്രണം ലഭിക്കുന്നതിന് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നാണ് ഇനി പറയാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ധ്യാനം തന്നെയാണ്. നമ്മൾക്ക് 10 മിനിറ്റ് സ്വസ്ഥമായിട്ട് കണ്ണടച്ച് ഇരിക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മസ്തിഷ്കത്തിലുള്ള ഒരു ഹോർമോൺ ഉണ്ട്, ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ. അത് റിലീസാവും. അതോടുകൂടി തന്നെ നമ്മൾക്ക് വളരെ ആനന്ദകരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സുഖകരമായിട്ടുള്ളൊരു അവസ്ഥ നമ്മൾക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും ലഹരിക്ക് പോകേണ്ട ആവശ്യം വരില്ല. കാരണം നാച്ചുറലായിട്ടുള്ള ഈ ഡോപ്പമിൻ എന്ന ഹോർമോൺ ധ്യാനം മൂലം വർദ്ധിക്കുന്നു എന്ന് അനേകം പരീക്ഷണങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ധ്യാനിക്കുകയാണെങ്കിൽ ഈ ഹോർമോൺ നമ്മുടെ മസ്തിഷ്കത്തിൽ ഉണ്ടാകുകയും അതുമൂലം നമ്മൾക്ക് ലഹരിയോടുള്ള ആസക്തി ഇല്ലാതാകുകയും ചെയ്യും. കഴിഞ്ഞ 10-30 വർഷമായിട്ട് ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളിൽ വർക്ക് ചെയ്തിട്ടുള്ള എനിക്ക് ഇങ്ങനത്തുള്ള ഒരുപാട് അനുഭവങ്ങളുണ്ട്. മുഴുക്കുടിയന്മാർ കുടിയിൽ നിന്ന് പുറത്തു വരുന്നു, അതേപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആൾക്കാർ ലഹരിയിൽ നിന്ന് പുറത്തു വരുന്നു. വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ധ്യാനം മൂലം ഇവയെല്ലാം ഉണ്ടാകുന്നത്. ഇനി ഏത് തരത്തിലുള്ള ധ്യാനമായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് 10 മിനിറ്റെങ്കിലും സ്വസ്ഥമായിട്ട് കണ്ണടച്ച് ഇരിക്കാനുള്ള ഒരു ഗുണം നിങ്ങളിൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ധ്യാനം നിങ്ങൾക്ക് ഉപയുക്തമാണ്. അത് ഏത് മതത്തിൽപ്പെട്ടതായാലും കുഴപ്പമില്ല, ഏത് സമ്പ്രദായത്തിൽപ്പെട്ടായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് അത് സ്വീകരിക്കാവുന്നതാണ്. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല ധ്യാനം എന്ന് പറയുന്നത് വിപස්සന ധ്യാനം എന്ന് പറയുന്നൊരു ധ്യാനമാണ്. ഇത് 10 ദിവസത്തെ ധ്യാനമാണ്. മുതിർന്നവർക്ക് 10 ദിവസം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 1 ദിവസത്തെ, 2 ദിവസത്തെ, 3 ദിവസത്തെ അങ്ങനത്തുള്ള കോഴ്സുകളെല്ലാം ഉണ്ട്. 7 ദിവസം വരെയുള്ള കോഴ്സുകളുമുണ്ട്. ഈ കോഴ്സുകളിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഇരുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്ക് വളരെയധികം മാറ്റം ഉണ്ടാവും. ആ കുട്ടികൾക്ക് സ്വസ്ഥമായിട്ട് കണ്ണടച്ച് ഒരു ഭാഗത്ത് ഒരു 10 മിനിറ്റെങ്കിലും ഇരിക്കാനുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടാകുന്നതാണ്. 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കെല്ലാം ഇത് പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ ഗുണം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് സ്വന്തം മനസ്സിൽ
സമ്പൂർണ്ണ നിയന്ത്രണം വരികയും അതുമൂലം അവർക്ക് ലഹരിയോടുള്ള ആസക്തി ഇല്ലാതാകുകയും ചെയ്യും. അവരുടെ മസ്തിഷ്കത്തിൽ നാച്ചുറലായിട്ട് ഈ ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അവർക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കാനും സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ധ്യാനം എന്ന് പറയുന്നത്, വിപശ്യന ധ്യാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഡി അഡിക്ഷനുള്ള ഒരു മാർഗ്ഗമല്ല. അതായത് നമ്മുടെ ലഹരി വിമോചനത്തിലുള്ളൊരു മാർഗ്ഗമല്ല വിപശ്യന ധ്യാനം എന്ന് പറയുന്നത്. അത് നമ്മുടെ ആന്തരിക ശാന്തി, അതേപോലെ തന്നെ ആധ്യാത്മികത, ഇവയ്ക്കെല്ലാം വളരെ നല്ലതാണ്. നമ്മളൊരു നല്ല മനുഷ്യനാക്കുന്നതിന് വേണ്ടിയിട്ടാണ് വിപശ്യന ധ്യാനം എന്ന് പറയുന്നത്. അത് ഒരു ലഹരി വിമുക്ത കേന്ദ്രമല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. അപ്പോൾ ഈ കോഴ്സിന് നമ്മൾ പങ്കെടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പങ്കെടുപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടികൾക്കൊരു നല്ല മാറ്റം ഉണ്ടാകും. റെസിഡൻസ് അസോസിയേഷനും അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലും അതേപോലെ തന്നെ സ്കൂളുകളിലും എല്ലാം ഈ ധ്യാന സമ്പ്രദായം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. അതിനു മുമ്പായിട്ടൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ മഹാരാഷ്ട്രയുണ്ട്. മഹാരാഷ്ട്ര ഇതിൽ വളരെയധികം മുന്നേറിയിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്. മഹാരാഷ്ട്രയിൽ എല്ലാ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾക്കും ധ്യാനം എന്ന് പറയുന്നത് വളരെയധികം നിർബന്ധമാണ്. അത് വിപശ്യന ധ്യാനം എന്ന് പറയുന്ന ധ്യാനത്തിൻ്റെ തന്നെ ആനാപാന എന്ന് പറയുന്ന ഒരു ധ്യാനമാണ് അവർ പരിശീലിപ്പിക്കുന്നത്. അതായത് ഒരു രൂപമോ മന്ത്രമോ ഇല്ലാത്തത് കാരണം ഏതു മതക്കാർക്കും സ്വീകാര്യമായിട്ടുള്ളൊരു ധ്യാനമാണ് ഈ വിപശ്യന ധ്യാനം എന്ന് പറയുന്നത്. അപ്പോൾ മഹാരാഷ്ട്ര ഗവൺമെൻറ് സർക്കാരിൻ്റെ ആ സ്റ്റേറ്റിലെ ആ സംസ്ഥാനത്തെ കുട്ടികൾക്ക്, എല്ലാ സ്കൂൾ കുട്ടികൾക്കും, ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഈ ആനാപാന ധ്യാനം എന്ന് പറയുന്ന ധ്യാനം നിർബന്ധമാക്കിയിരിക്കുകയാണ്. അതായത് വിപശ്യന ധ്യാനത്തിൻ്റെ തന്നെ ആദ്യത്തെ പടിയാണ് ആനാപാന ധ്യാനം എന്ന് പറയുന്നത്. ഗവൺമെൻറ് ആ പ്രൊജക്റ്റിന് ഒരു പേര് കൊടുത്തിട്ടുണ്ട്, മിത്ര പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം മൈൻഡിങ് ട്രെയിനിങ് ആൻഡ് റൈറ്റ് അവയർനെസ് എന്നാണ്. മൈൻഡിങ് ട്രെയിനിങ് ആൻഡ് റൈറ്റ് അവയർനെസ്, അതാണ് ആ ധ്യാനത്തിൻ്റെ ആ പ്രൊജക്റ്റിൻ്റെ ഫുൾ ഫോം. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറയുമ്പം, ഗവൺമെൻറ് സ്കൂളിലെ, അതായത് ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സിന് ശമ്പളത്തോടു കൂടിയിട്ട് 10 ദിവസത്തെ വിപശ്യന ധ്യാനം അഭ്യസിപ്പിക്കാൻ അവരെ വിപശ്യന ധ്യാന കേന്ദ്രത്തിൽ അയക്കുന്നു. അതിനുശേഷം ആ അധ്യാപകർ മടങ്ങി വന്നതിന് ശേഷം ക്ലാസ് തുടങ്ങുന്നതിന് 10 മിനിറ്റ് മുൻപ് കുട്ടികളെ 10 മിനിറ്റ് ധ്യാനത്തിലിരുത്തുന്നു. അതായത് കണ്ണടച്ച് സ്വസ്ഥമായിട്ട് അവർ അവിടെ ഇരിക്കാൻ നോക്കുന്നു. അങ്ങനെ നോക്കുന്ന സമയത്ത് അവരുടെ പരീക്ഷയോടുള്ള പേടി, അതേപോലെ തന്നെ മനസ്സിൻ്റെ ഏകാഗ്രത, ഇതെല്ലാം അവർക്ക് വളരെയധികം ശരിയായിട്ട് വരുന്നു. അതായത് നല്ല ഏകാഗ്രത ഉണ്ടാവണം, പരീക്ഷാ പേടി, അതേപോലെ തന്നെ വ്യക്തിത്വത്തിലുള്ള പ്രശ്നങ്ങൾ, ഇവയെല്ലാം മാറുന്നു. തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം നമ്മുടെ സർക്കാരും അതേപോലെ തന്നെ ആൾക്കാരും റെസിഡൻസ് അസോസിയേഷനും എല്ലാവരും ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ നല്ല വഴിക്ക് നയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അതാണ് ഈ ഗവൺമെൻറ്, മഹാരാഷ്ട്ര ഗവൺമെൻറ് അവരുടെ സ്റ്റേറ്റിൽ മുഴുവൻ നടപ്പാക്കിക്കൊണ്ടിരുന്ന ഒരു പരിപാടിയാണ് ഈ മിത്ര പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക്. തീർച്ചയായിട്ടും നമ്മൾക്കും അതേപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലും അതേപോലെ തന്നെ റെസിഡൻഷ്യൽ അസോസിയേഷനും അതേപോലെ തന്നെ ബാക്കിയുള്ളവർക്കും ഈ കാര്യം ചെയ്തു കൊടുക്കാവുന്നതാണ്. ഇനി ഇത് എവിടെ നിന്ന് പഠിക്കാം എന്നുള്ള കാര്യം കൂടി നമുക്ക് നോക്കാം. കേരളത്തിൽ 4 സ്ഥലത്ത് ഇതിനുള്ള സൗകര്യമുണ്ട്. തിരുവനന്തപുരം, ചെങ്ങന്നൂർ, പാലക്കാട്, വയനാട്. ഈ 4 സ്ഥലങ്ങളിലും വിപശ്യന ധ്യാന കേന്ദ്രങ്ങളുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അവരുമായിട്ട് സമ്പർക്കം പുലർത്തുക. അപ്പോൾ അവരുടെ ടീച്ചേഴ്സ്മാരുണ്ടാകും, കുട്ടികളെ അഭ്യസിപ്പിക്കുന്ന ടീച്ചേഴ്സ്മാരുണ്ടാകും. അവർ വന്നതിന് ശേഷം 1 ദിവസമോ അല്ലെങ്കിൽ 2 ദിവസമോ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികൾക്ക് കൊണ്ടിട്ടുള്ള ആ ധ്യാനത്തിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുക്കും. അപ്പോൾ ഇത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് ഉപയോഗപ്രദമാകും. വീണ്ടും പറയട്ടെ, ഇത് ലഹരി വിമുക്തമായിട്ടുള്ള ഒരു ധ്യാനമല്ല, ഒരു വ്യക്തിയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ഒരു ധ്യാനമല്ല, പക്ഷേ ഒരു വ്യക്തിക്ക് ആന്തരിക ശാന്തി കൊടുക്കുന്ന ഒരു ധ്യാനമാണ്. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ലഹരിയുടെ വിമോചനമല്ല, പക്ഷേ ആന്തരിക ശാന്തിയാണ്. ആന്തരിക ശാന്തി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കുട്ടി ഒരിക്കലും ലഹരി മരുന്നിന് പോകില്ല. അഥവാ ലഹരി മരുന്നിൽ പോകുകയാണെങ്കിൽ തന്നെ തീർച്ചയായിട്ടും ആ കുട്ടി അതിൽ നിന്ന് പുറത്തു വരികയും ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അപ്പോൾ ഈ കാര്യത്തെ നമ്മൾ എങ്ങനെ അറിയാമെന്ന് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഗൂഗിളിൽ വിപശ്യന ചെങ്ങന്നൂർ, വിപശ്യന ട്രിവാൻഡ്രം, വിപശ്യന വയനാട്, വിപശ്യന പാലക്കാട് എന്നെല്ലാം നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾക്കുള്ള കോഴ്സ് എടുക്കുന്ന ടീച്ചേഴ്സ്മാരുടെ അടുത്ത് ധാരാളമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അവർ വന്ന് നിങ്ങളെ സഹായിക്കും. അതിനാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കുട്ടികളെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. സർക്കാരിനും അതേപോലെ തന്നെ നിയമവ്യവസ്ഥകൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിധിയുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ മുൻകൈ എടുത്തിട്ട്
ഏറ്റവും കുറഞ്ഞത് നമ്മളുടെ കുട്ടിയെങ്കിലും ഈ ഒരു മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെ ആവശ്യമാണ്. തീർച്ചയായിട്ടും ഈ ആനാപാന ധ്യാനം അല്ലെങ്കിൽ വിപശ്യന ധ്യാനം എന്ന് പറയുന്ന നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ സാധിക്കും. അതിനുള്ള സംവിധാനം ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക. വരും തലമുറയെങ്കിലും നിങ്ങൾ ഈ ലഹരി എന്ന് പറയുന്ന ഈ വലിയ ഒരു വിപത്തിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.